ഹേയ് ഫ്രണ്ട്സ്, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒരു റൈസ് കഴിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. ഇതിനു വേണ്ടി ഒരു ഗ്ലാസ് അളവിൽ ബസ്മതി റൈസ് ഒരു പാത്രത്തിലോട്ട് നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കാം. ഈ സമയം കൊണ്ട് കുറച്ച് പനീർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടായുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് പനീർ വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കാം. തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ പരുവത്തിലാകുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി എന്താണ്, അരിയിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു അരപ്പിലാക്കി വെച്ചാൽ മതി. ഒരു പച്ചമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി, അത്ര അളവിൽ തന്നെ ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും 2 സവാള നീളത്തിൽ അരിഞ്ഞിട്ടും പിന്നെ പകുതി നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കറിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മതിയാകും. ഇതിലോട്ട് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. അത് 2 ടീസ്പൂൺ, 2 ഏലക്ക, 3 ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കാം. കൂടെ 2 പട്ടയും, ഏലക്ക പൊട്ടിത്തെറിച്ചതാണ് കേട്ടോ. ഒരു ബേ ലീഫും പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പൊട്ടിത്തെറിക്ക് ശേഷം സവാള ഒന്ന് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള ലെവലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിവിടെ കിടന്ന് ചൂടാവട്ടെ. സവാള വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് വീണ്ടും ഒരു 5 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്ത് തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് 2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണേ. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കണേ. വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വീണ്ടും കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കണ്ടേ. ഫ്രൈ ചെയ്തെടുത്ത പനീർ ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. വിസിലെല്ലാം പോയ ശേഷം മാത്രം തുറന്ന് നോക്കുക. എന്ത് വെച്ച് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇല്ല വെച്ച് കുറച്ചു നേരം കൂടി അടച്ച് വെച്ചാൽ മതി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി പനീർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സാലഡോ കച്ചമ്പർ എന്നൊക്കെ പറയില്ലേ, അത് മാത്രം മതിയാകും. അപ്പം എങ്ങനെയാണ് നമ്മുടെ റൈസ്? ട്രൈ ചെയ്യില്ലേ? കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് ഇടിച്ച് സപ്പോർട്ട് ചെയ്യണേ.